നമ്മുടെ കുട്ടികളുടെ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ്മെൻറ്റിൽ മെയിൻലി 5 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്ക്രിബിളിംഗ്, അത് കഴിഞ്ഞാൽ ട്രേസിംഗ്, പിന്നെ ഡോട്ട് ജോയിനിങ്, അത് കഴിഞ്ഞാൽ കോപ്പിങ് ആൻഡ് മൈസെൽഫ്. ഇതിൽ സ്ക്രിബിളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുട്ടിക്ക് ഒരു പെൻസിൽ ഒരു പേന കൊടുത്തു കഴിഞ്ഞാൽ അവൻ വരച്ച് ഈ കുത്തി വരയ്ക്കുന്നതും പ്രോപ്പർലി ആണോ എന്ന് നോക്കുന്നതാണ് സ്ക്രിബിളിംഗ്. സ്ക്രിബിളിംഗ് ഓക്കെ ആയി കഴിഞ്ഞാൽ അവന് നേരെ നമ്മൾ ട്രേസിംഗിലേക്ക് കിടക്കും. നമ്മൾ എന്താണോ വരയ്ക്കാൻ കൊടുക്കുന്നത്, ലെറ്ററോ അവർ വേർഡ് എന്താണോ അത് അവന് നമ്മൾ വരച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലൂടെ പെൻ ഓർ പെൻസിൽ എന്ത് ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് നമ്മൾ എഴുതുന്നതാണ് ഈ ട്രേസിംഗ് എന്ന് പറയുന്നത്. അതിൽ അവന് മ്യൂച്വലി ട്രെയിനിങ്സ് കാര്യങ്ങൾ കൊടുത്തിട്ട് അവന് ഓക്കെ ആയിരിക്കുമ്പോൾ മാത്രം അത് നേരെ നമ്മൾ ഡോട്ട് ജോയിനിലേക്ക് മാറ്റും. നമ്മൾ അതുവരെ പഠിപ്പിച്ചിരുന്ന സാധനം നമ്മൾ ഡോട്ടിലൂടെ അവന് ബുക്കിൽ വരച്ച് കാണിച്ചു കൊടുത്ത് അത് അവന് യോജിപ്പിച്ച് കൊടുക്കണം. അത് കണ്ടിന്യൂസ്ലി ട്രെയിനിങ്ങും കാര്യങ്ങളും ശേഷം നമ്മൾ അവനോട് കോപ്പിയും ചെയ്യാൻ പറയും. കോപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എഴുതി കൊടുക്കുന്ന വസ്തു അതുപോലെ തന്നെ അവനോട് നോക്കി എഴുതാൻ, പകർത്തി എഴുതാൻ പറയുന്നതാണ് കോപ്പിങ്. കോപ്പിംഗ് അവനെ ഓക്കെ ആയിട്ട് ഇമ്പ്രൂവ് ആയി വന്നതിന് ശേഷം നമ്മൾ മൈസെൽഫ്, നമ്മൾ അതുവരെ പഠിപ്പിച്ച സാധനം അവൻ്റെ സ്വന്തം മൈൻഡിൽ നിന്ന് എടുത്ത് എഴുതുന്നതാണ് മൈസെൽഫ് എന്ന് പറയുന്നത്.